നമസ്കാരം. വി ദ പീപ്പിൾ ഈ പരിപാടിയിൽ ഇന്ന് എന്നോടൊപ്പം കെ രാജേന്ദ്രനുണ്ട്, ഷമി പ്രഭാകറുണ്ട്. ഒപ്പം തന്നെ വാർത്താ ബുള്ളറ്റിനുകളിൽ നിറഞ്ഞു നിൽക്കുന്ന മനു മാടപ്പാട്ടിനെ കൂടി ഞങ്ങൾ ഇന്ന് കൊണ്ടുവരികയാണ്. ഇന്ന് ഞങ്ങൾ ചർച്ചയ്ക്കെടുക്കുന്ന വാർത്ത കേരളം സുപ്രീം കോടതിയിൽ നേടിയ ഒരു വലിയ വിജയമാണ്. വലിയ വിജയമാണ് എന്ന് ഞങ്ങളിപ്പോൾ ഈ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ വാർത്താമാധ്യമങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ടില്ല. കേരളം അതിൻ്റെ സാമ്പത്തിക അവകാശങ്ങൾ നേടുന്നതിന് വേണ്ടി സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് ഭാരതത്തിൻ്റെ ഭരണനിർവഹണ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം എഴുതി ചേർക്കുകയുണ്ടായി. ആ ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിച്ചപ്പോൾ ഉണ്ടായ തീരുമാനം, കേന്ദ്രവും സംസ്ഥാനവും ഇക്കാര്യത്തിൽ ചർച്ച നടത്തണം. കേരളം ചോദിക്കുന്ന സാമ്പത്തിക അവകാശങ്ങൾ അനുവദിക്കുന്നതിന് വേണ്ടിയുള്ളൊരു ചർച്ച കേരളവും കേന്ദ്രവും തമ്മിൽ നടത്തണം എന്ന് പറഞ്ഞു. ആ ചർച്ച നാളെ നടക്കാൻ പോവുകയാണ്. ഈ കേസ് വീണ്ടും തിങ്കളാഴ്ചയ്ക്ക് സുപ്രീം കോടതി ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു വാർത്ത എന്തൊക്കെ ചിന്തകളാണ് നമ്മളിൽ ഉണർത്തേണ്ടത് എന്ന ചർച്ചയാണ് ഇപ്പോൾ നമ്മൾ നടത്താൻ പോകുന്നത്. ഷമി, എന്താണിപ്പോൾ പ്രേക്ഷകരോട് ഇതിനെപ്പറ്റി ഒന്ന് പറയാവുന്നത്? കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മാന്യമായിട്ട് അവർക്ക് ഈ കേസ് ഒത്തുതീർപ്പാക്കാനുള്ളൊരു അവസരം സുപ്രീം കോടതി കൊടുത്തിരിക്കുന്നു എന്ന് വേണം ഇതിന് മനസ്സിലാക്കാൻ. കാരണം ന്യായം എന്ന് പറയുന്ന ഒരു കാര്യം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടായതുകൊണ്ടാണ് തീർച്ചയായിട്ടും സുപ്രീം കോടതിയെ സമീപിക്കാനും നമുക്ക് നീതി വാങ്ങിയെടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെന്നപ്പോൾ എനിക്ക് തോന്നുന്നു ജഡ്ജിമാർക്ക് അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിന് നീതി നിഷേധിക്കപ്പെട്ടു. 57,000 കോടി രൂപയാണ് നമുക്ക് കിട്ടാനുള്ളത് പല വിധത്തിൽ. അതിൻ്റെ കണക്കുകൾ നമുക്ക് വേണമെങ്കിൽ ഓരോന്നോരോ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞതാണ്. അപ്പം അത്രയും പണം നിഷേധിക്കപ്പെടുകയും ഒരു സംസ്ഥാനത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളെ, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളെ ആകെ ബാധിക്കുകയും ചെയ്യുമ്പോൾ സർക്കാർ നിവൃത്തിയില്ലാതാണ് സുപ്രീം കോടതിയിലേക്ക് പോയത്. അത് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടു എന്നാണ് ഷമ്മി പറഞ്ഞിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണിത്. ഒരു കാര്യം വന്നു, അതിൽ അടുത്ത പടവിലേക്ക് കടക്കുന്നു എന്ന ഒരു സാങ്കേതികമായ ഒരു ഘട്ടമല്ല ഇത്. കേരളത്തിൻ്റെ ആവശ്യങ്ങൾ കേന്ദ്രവും കേരളവും തമ്മിൽ ചർച്ച നടത്തി തീരുമാനിക്കേണ്ടതുണ്ട് എന്ന്, അതിനുള്ള മെറ്റീരിയൽ അതിലുണ്ട് എന്ന് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നൊരു നിരീക്ഷണമാണ് ഇപ്പോൾ ഷമ്മി നടത്തിയിരിക്കുന്നത്. രാജേന്ദ്രൻ, ഞാൻ രാജേന്ദ്രനിലേക്കാണ് ഇനി വരുന്നത്. ഈ കേസ് എത്തുന്നതിന് മുമ്പ് കേരളത്തിലെ ഒട്ടേറെ രാഷ്ട്രീയക്കാർ, ഒപ്പം തന്നെ നിരീക്ഷകർ, ഒപ്പം മാധ്യമങ്ങൾ എല്ലാവരും പറഞ്ഞിരുന്നത് കേരളത്തിന് ഇത്രയൊന്നും കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് കേരളം വേണ്ടതുപോലെ പെരുമാറാത്തത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നൊരു സമയത്ത്, ഒന്നും കൊടുക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നൊരു സമയത്ത് ഒരു സാധാരണ പ്രേക്ഷകയ്ക്ക് ഉണ്ടാകുമായിരുന്ന ഒരു ധാരണ, കേരളം കൊടുത്തിരിക്കുന്ന ഈ കടലാസ് ഹർജി അത് എടുത്ത് സുപ്രീം കോടതി യമുനാ നദിയിലേക്ക് എറിയും എന്നൊരു തോന്നലാണ് ഉണ്ടായിരുന്നത്. അതിതാ മാറിമറിഞ്ഞിരിക്കുന്നു. നേരെ മറിച്ച് കൊച്ചു കേരളം, കേന്ദ്രം എന്ന് പറയുന്ന വലിയ രാഷ്ട്രീയാധികാര സ്ഥാനത്തോട് കേസ് പറഞ്ഞപ്പോൾ അത് പരിഗണിക്കേണ്ടതുണ്ട്, അതിൽ ചർച്ച നടക്കേണ്ടതുണ്ട്, നിങ്ങൾ തമ്മിൽ അത് ചർച്ച നടക്കൂ എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. എന്ന് മാത്രമല്ല, ആ ചർച്ചയ്ക്ക് ശേഷം അന്തിമഘട്ടത്തിലെ കോടതി ഇടപെടൂ എന്നൊരു പരാമർശം കൂടി സുപ്രീം കോടതി നടത്തിയിരിക്കുന്നു. ഈ ചർച്ച എന്തെങ്കിലും കാണിച്ച് പിരിഞ്ഞാൽ പോരാ. കേരളത്തെ പിപ്പടി കാണിച്ച് ഞഞ്ഞാമിഞ്ഞ പറഞ്ഞ് രക്ഷപ്പെടാൻ കേന്ദ്രത്തിന് ആവില്ല എന്നൊരു ധ്വനി വരെ അതിലുണ്ട്. ആവശ്യമെങ്കിൽ അവസാന ഘട്ടത്തിൽ കോടതി ഇടപെടും എന്ന ഒരു സൂചന പോലും അതിലുണ്ട്. അങ്ങനെയൊക്കെയാണോ രാജേന്ദ്രനും തോന്നുന്നത്? തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നാൽ ഇത്തരം ഹർജികൾ നമുക്ക് അപൂർവത്തിൽ അത്യപൂർവമാണെന്ന് തന്നെ പറയാം. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും. അതായത് ഇനിയിപ്പോൾ ആദ്യ ഘട്ടത്തിൽ ഏതെങ്കിലും സംസ്ഥാനം കൊടുത്തിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷേ സമീപകാലത്ത് ഇങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇത് എന്തുകൊണ്ട് കേരളം ഈ വിഷയം മുൻനിർത്തി സുപ്രീം കോടതിയെ സമീപിക്കുന്നു വെച്ചാൽ മറ്റ് യാതൊരു മാർഗവുമില്ല, വേറൊരു ഗതിയുമില്ല. അവസാനത്തെ ആശ്രയം സുപ്രീം കോടതിയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നാൽ ഈ കേരളത്തിന് ഒരുപാട് പരിമിതികളുണ്ട്. ഒരുപാട് നമ്മൾ സ്വയം ഉണ്ടാക്കി വളരെ മാതൃകാപരമായ ചില പ്രവർത്തനത്തിന് ചില മേഖലകളുമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പരിമിതി എന്തെന്നാൽ ഇപ്പോൾ വളരെ അവികസിതമായ ഒരു സംസ്ഥാനമാണ് ഒറീസ. പക്ഷേ ആ ഒറീസയുടെ പ്രത്യേകത എന്തെന്നാൽ
അവരുടെ നികുതി ഇതര വരുമാനം പറഞ്ഞാൽ 29%. അതിൻ്റെ കാരണം ഒരുപാട് ഖനികളുണ്ട്. മറ്റു പല സംസ്ഥാനങ്ങൾക്ക് ഒരുപാട് വ്യവസായങ്ങളുണ്ട്. കേരളത്തിൽ അങ്ങനെ വൻകിട വ്യവസായങ്ങൾ സാധിക്കില്ല. ഇവിടെ ഭൂമിയില്ല, ഒരുപാട് വിഷയങ്ങൾ സാധിക്കില്ല. അത് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ആ രീതിയിൽ ഒരുപാട് പരിമിതികളുള്ളൊരു സംസ്ഥാനമാണ് കേരളം. ഇപ്പോൾ ഒറീസയുടെ 29% നികുതി ഇതര വരുമാനം, കേരളത്തിൻ്റെത് വെറും 9%. നമുക്കത് കൂട്ടാൻ സാധിക്കില്ല. എന്നാൽ അതേ സമയത്ത് നമ്മൾ ഈ രാജ്യത്തിൻ്റെ മൊത്തം വരുമാനം എടുക്കുക, ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ മൊത്തം വരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആകെയുള്ളൊരു 57% പറഞ്ഞാൽ സംസ്ഥാനങ്ങൾ നൽകുന്ന വരുമാനമാണ്. 57% കേന്ദ്രം ഉണ്ടാക്കുന്നതല്ല. കേന്ദ്രത്തിൻ്റെ വീതം പറഞ്ഞാൽ വെറും 43%. അതേസമയം കേരളത്തിലേക്ക് വരികയാണെങ്കിൽ അതാണ് പ്രത്യേകത, 73% സംസ്ഥാനം ഉണ്ടാക്കുന്നതാണ്. കേന്ദ്രത്തിൻ്റെ കേന്ദ്രം കേരളത്തിലെ നൽകുന്നത് വെറും 27%. കൂടുതൽ നല്ല ഈ വരുമാന മാതൃക കേരളത്തിൻ്റെതാണ്. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് കേരളത്തിൻ്റെ നമ്മൾ വളരെ നമ്മുടേതായ മേഖലകൾ കണ്ടെത്തി ആ മേഖലകളിൽ നിന്ന് പരമാവധി നികുതി വരുമാനമുണ്ടാക്കി ഇവിടെ നല്ല മൂലധന നിക്ഷേപം ആ രീതിയിൽ നടത്തി ഉൽപ്പാദന പ്രക്രിയയിലൂടെ അങ്ങനെ ഉണ്ടാക്കിയതാണ്. 73% സംസ്ഥാനം നൽകുന്നത്. അതുമാത്രമല്ല, നമ്മൾ ഈ തനത് വരുമാനം നോക്കിക്കഴിഞ്ഞാൽ ദേശീയ ശരാശരി ഈ GDPയുടെ നികുതി വരുമാനം കേട്ടോ, തനത് നികുതി വരുമാനം പറഞ്ഞാൽ അതിൻ്റെ ഒരു വളർച്ച നോക്കിക്കഴിഞ്ഞാൽ 7%. കേരളത്തിൻ്റെതാണെങ്കിൽ കേരളത്തിൻ്റെ സംസ്ഥാന GDP നോക്കിക്കഴിഞ്ഞാൽ അത് 9.07% എന്ന് പറഞ്ഞാൽ ദേശീയ തലത്തിലുള്ള വളർച്ച 7%, സംസ്ഥാന തലത്തിലെന്ന് പറഞ്ഞാൽ 9.07%. ഇതാണ് എന്ന് പറഞ്ഞാൽ കേരളം മാതൃകയാണ്. ഈ കാര്യത്തിലെല്ലാം ദേശീയ തലത്തിലും കേന്ദ്ര സർക്കാരുമായി നോക്കുമ്പോഴും കേരളം വളരെ മാതൃകയാണ്. അങ്ങനെയുള്ളൊരു സംസ്ഥാനത്തിനോട് എങ്ങനെയാണ് പെരുമാറുന്നത്? ഇപ്പോൾ നമ്മൾ കടമെടുപ്പിൻ്റെ കാര്യം നോക്കാം. 2021-22 43,000 കോടി രൂപ നമുക്ക് കടമെടുക്കാൻ അനുമതി നൽകിയിരുന്നു. എന്നാൽ 2022-23 ആയപ്പോഴേക്കും അത് വെറും 22,000 കോടിയായി ചുരുങ്ങി. അല്ല, അത് പലരും പറയുന്നതിലൊരു വ്യത്യാസമുണ്ട്. കേരളം കൂടുതൽ കടം ചോദിക്കുന്നു എന്നാണ്. അല്ല, കേരളം അതിന് അനുവദിക്കപ്പെട്ടിട്ടുള്ള വായ്പ എടുക്കാനുള്ള അനുമതിയാണ് ചോദിക്കുന്നത്. ആ പരിധി കുറച്ചു കൊണ്ടുവരുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. അതിനെതിരെയാണ് കേരളത്തിൽ 43,000 കോടി എന്നത് 22,000 കോടിയായി. ഇനി അടുത്ത വർഷം എന്തായിരിക്കും? ഇത് വീണ്ടും ചുരുക്കും. അടുത്ത വർഷം വീണ്ടും ചുരുക്കും. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കേരളം സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇതിൻ്റെ ഞാൻ ഈ പറഞ്ഞ കണക്കുകൾ ഇത് മാത്രമല്ല, ഇതിനനുബന്ധമായി ഒരുപാട് കണക്കുകൾ, ഒരുപാട് തെളിവുകൾ ഈ കേരള സുപ്രീം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നീതിമാനായ ഒരു ജസ്റ്റിസിനും അത് തള്ളിക്കളയാൻ പറ്റില്ല. സാധാരണ ഇത്തരം വിഷയങ്ങളിൽ സുപ്രീം കോടതി എല്ലാം കൈക്കൊള്ളുന്ന സമീപനം പറഞ്ഞാൽ ഇത് നിങ്ങൾ തമ്മിലുള്ള വിഷയമാണ്, ഒരു സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള ഭരണപരമായ വിഷയമാണ്, അത് നിങ്ങൾ തമ്മിൽ തീർക്കുക, ഇതിനകത്ത് ഇടപെടില്ല എന്ന് പറഞ്ഞ് സുപ്രീം കോടതി എന്ത് ചെയ്യുന്നാൽ ഈ ഹർജി പിൻവലിക്കാൻ അനുവദിക്കും. ഹർജി തള്ളിക്കഴിഞ്ഞാൽ പ്രതീതി ഉണ്ടാകാതിരിക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യൂ? ഈ ഹർജി പിൻവലിക്കൂ, നിങ്ങൾ ചർച്ചയിലൂടെ പ്രശ്നം വയ്ക്കും. അതല്ല ചെയ്യുന്നത്. ഇത് ചർച്ച നടത്തണം. ഒരുപാട് തവണ ചർച്ച നടത്തിയതാണ്. അത് വേറെ കാര്യം. അതാ കോടതി ഇടപെടണം. അല്ല, ഇതാ പറഞ്ഞു, കോടതി ഇടപെട്ട് കഴിഞ്ഞാൽ ഇനി ചർച്ച നടത്തിയതിനു ശേഷം ഈ കേന്ദ്ര സർക്കാർ കോടതിയിലൊരു മറുപടി പറയണം. ആ മറുപടി കോടതിക്ക് ബോധ്യപ്പെടണം. തൃപ്തികരമല്ലെങ്കിൽ വീണ്ടും പല നിർദ്ദേശവും നൽകാൻ സാധിക്കും. രാജേന്ദ്ര, ഞാൻ വരാം. മനുവിനൊരു അവസരം കൊടുക്കണമല്ലോ. മനു പുതിയ അതിഥിയായിട്ട് വന്ന് ഇരിക്കുകയല്ലേ. മനു, ഞാനിതിൽ കണ്ട ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കേന്ദ്രത്തിന് വേണ്ടി ഹാജരായത് നമ്മുടെ അറ്റോർണി ജനറൽ തന്നെയാണ്, വെങ്കടരമണി തന്നെയാണ്. അദ്ദേഹം അവിടെ കടുത്ത വാദങ്ങൾ ആണ് ഉന്നയിച്ചത്. കേരളത്തിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റ് മോശമാണ്, അത് ഈ നിലയ്ക്ക് പോയാൽ രാജ്യത്തിൻ്റെ ക്രെഡിറ്റ് റേറ്റിങ്ങിനെ തന്നെ ബാധിക്കും, കടപരിധി നിശ്ചയം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ എടുക്കേണ്ട നയപരമായൊരു തീരുമാനമാണ്, അതിങ്ങനെ കോടതിയിൽ വലിച്ചിഴയ്ക്കാനുള്ളതല്ല എന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ കടമെടുപ്പാവട്ടെ സുതാര്യമല്ല, ഈ പ്രശ്നം എന്ന് പറയുന്നത് ഭരണഘടനാപരമാണ്, അത് ആ രീതിയിൽ നടക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് കോടതിയെ ഇത് തൊടാൻ അറയ്ക്കുന്ന വിധത്തിലുള്ള ഒരു ഇമേജ് ഈ കേസിൻ്റെ മുകളിൽ ബിൽഡപ്പ് ചെയ്യുകയായിരുന്നു അദ്ദേഹം ചെയ്തത്. കോടതി അതാണ് എടുത്ത് യമുനാ നദിയിലേക്ക് ഇന്ന് എറിഞ്ഞത്. മാത്രമല്ല, കോടതി അവസാനം മധ്യസ്ഥത വഹിക്കും എന്ന സൂചന വെങ്കടരമണിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും തലയ്ക്ക് മുകളിൽ നിൽക്കുന്നുമുണ്ട്. ആ ഒരു കാഴ്ചയുണ്ടല്ലോ, വീരസാഹസികതയോടുകൂടി കോടതിയിലേക്ക് എത്തുകയും ദയനീയമായി മടങ്ങിപ്പോവുകയും ചെയ്യുന്ന ആ ഒരു കാഴ്ച, അതെങ്ങനെ കാണുന്നു ഒരു യുവാവ് എന്ന നിലയ്ക്ക്? അത് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. ഇവിടെ പ്രധാനമായും രണ്ട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ
സംസ്ഥാനത്തിനെതിരെ വലിയ വാദങ്ങളാണ് കേന്ദ്രം അവിടെ മുന്നോട്ട് വെച്ചത്. നമ്മുടെ സാമ്പത്തിക മിസ്മാനേജ്മെൻ്റാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം എന്നൊരു ധാരണ, ഒരു ബോധം സൃഷ്ടിക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ അവിടെയാണ് ഇപ്പോൾ സുപ്രീം കോടതി പറയുന്നത് നിങ്ങൾ കേരളവുമായി ഒരു ചർച്ച നടത്തണം, ആ ചർച്ച നടത്തി കാര്യങ്ങൾ ധരിപ്പിക്കണമെന്ന്. അതായത് നമ്മൾ മുന്നോട്ട് വെച്ച കാര്യങ്ങളിൽ കഴമ്പുണ്ട്, അത് ഗൗരവതരമാണെന്ന് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്. ഇപ്പോൾ രാജേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ കടമെടുപ്പ് പരിധി സംബന്ധിച്ച് ഒരു സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ GSDPയുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 3% വരെ ധന ഉത്തരവാദിത്വ നിയമപ്രകാരം കടമെടുക്കാനാണ് അനുമതി കൊടുത്തിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഈ സാമ്പത്തിക വർഷം 2.5% മാത്രമാണ് എടുക്കാൻ സമ്മതിച്ചിട്ടുള്ളൂ, ബാക്കി എല്ലാവർക്കും കൊടുക്കാം. ഇനി ഇതൊക്കെ പോട്ടെ, ഈ ധന ഉത്തരവാദിത്വ നിയമം പിന്തുടരേണ്ട കേന്ദ്ര സർക്കാർ ഈ ബജറ്റ് വന്നപ്പോൾ എത്രയാണ് കടമെടുത്തിരിക്കുന്നത്? 5.99%. അപ്പോൾ കേന്ദ്രത്തിന് എന്തുമാകാം, സംസ്ഥാനങ്ങളെ അതിന് അനുവദിക്കില്ല എന്നൊരു ഇരട്ടത്താപ്പ് കൂടി ഇവിടെ പൊളിഞ്ഞു വീഴുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ഒന്ന്, ഇതിലൊരു രാഷ്ട്രീയമായ ഒരു വശം കൂടിയുണ്ടല്ലോ. ഇവിടെ നവകേരള സദസ്സ് നമുക്കെടുക്കാം. നവകേരള സദസ്സിന്റെ 1ാമത്തെ വേദി മുതൽ, അതായത് മഞ്ചേശ്വരം മുതൽ മുഖ്യമന്ത്രി ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്തത് കേന്ദ്രം നമ്മളോട് കാണിക്കുന്ന ഈ സാമ്പത്തിക വിവേചനത്തെക്കുറിച്ചാണ്. എനിക്ക് തോന്നുന്നു ഈ നാട്ടിലെ ഓരോ മനുഷ്യരോട് ചോദിച്ചാലും ഇപ്പോൾ ഈ 57,400 കോടി രൂപയുടെയും ഈ സാമ്പത്തിക അസമത്വത്തിന്റെയും കഥ അവർ നമ്മളോട് പറയും. ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ വേണമെങ്കിൽ അവരിൽ വിവരങ്ങളുണ്ട്. കാരണം അത്രമാത്രം രാഷ്ട്രീയമായ രീതിയിൽ അവരെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോഴാണ് അതുമാത്രം പോരാ, നിയമപരമായ പോരാട്ടം കൂടി വേണം എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സുപ്രീം കോടതിയിലേക്ക് പോകുന്നതും ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു ഒരു ചർച്ച നടക്കണം. വേണമെങ്കിൽ ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ നമ്മൾ പറയുന്ന വാദങ്ങളിൽ കഴമ്പില്ലെങ്കിൽ സുപ്രീം കോടതിക്ക് പറയാം ഇത് കേന്ദ്രത്തിന്റെ നയപരമായ കാര്യമാണ്, ഏറ്റവും വലിയ വാദമായിരുന്നു. അതെ, കാരണം ഇതിന് നയം തീരുമാനിക്കേണ്ടതാണ്, നയപരമായ കാര്യങ്ങളിൽ സാധാരണ കോടതികൾ ഇടപെടാറില്ല എന്ന് പറഞ്ഞ് ഒഴിയാവുന്നതാണ്. പക്ഷേ അതിന് നിൽക്കാതെ ഇതിലൊരു വലിയ ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട് ഈ പറയുന്ന സാമ്പത്തികപരമായ ഫെഡറലിസം. അപ്പോൾ അതിലൊരു പ്രശ്നമുണ്ടെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സ്വാഭാവികമായും ചർച്ച നടത്തണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമുക്കൊരു 100 രൂപ കിട്ടുകയാണെങ്കിൽ നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു 100 രൂപ നമ്മുടെ കൈകളിലേക്ക് വരികയാണെങ്കിൽ അതിലെ ചെലവ് കേന്ദ്രത്തിന് 28 രൂപ കടമാണ്. ഒരു 100 രൂപ കേന്ദ്രത്തിന്റെ കയ്യിലുണ്ടെങ്കിൽ അതിലെ ചെലവെന്ന് പറയുന്നത് 28 രൂപ കടം വീട്ടാൻ, 28 രൂപ കടമെടുത്ത് കിട്ടുന്നതാണ്. ഇനി കടം വീട്ടാൻ 20 രൂപ കൊടുക്കുകയും വേണം 100 രൂപയിൽ. മറിച്ച് സംസ്ഥാനത്തിന്റെ കാര്യമാണെങ്കിലോ 16 രൂപയാണ് നമ്മുടെ കടം എന്ന് പറയുന്നത്. 100 രൂപയിൽ കടം വീട്ടാൻ 14 രൂപയും മതി. അപ്പോൾ ഇത്രയധികം കടമുള്ള GDPയുടെ 60% കടമുള്ള ഒരു കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തോട് പറയുകയാണ് നിങ്ങൾ കടമെടുക്കാൻ കഴിയില്ല, നിങ്ങളുടെ മിസ്മാനേജ്മെന്റ് ഈ രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ ബാധിക്കുമെന്ന്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്, ഈ കിഫ്ബിയും ഒക്കെയായി ബന്ധപ്പെട്ട് മസാല ബോണ്ട് പോലുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ. ഇതിൽ നമ്മൾ വിദേശ വായ്പകളുമൊക്കെയായി ബന്ധപ്പെട്ട് പോയപ്പോൾ അവിടെ നേരിട്ട ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക റേറ്റിംഗ് വളരെ താഴെ നിൽക്കുകയാണ്. ഈ മൂഡീസ്, ക്രിസ്റ്റൽ പോലുള്ള സംവിധാനങ്ങളാണല്ലോ ആഗോള റേറ്റിംഗ് നിശ്ചയിക്കുന്നത്. അതിൽ ഇന്ത്യയുടെ സാമ്പത്തിക റേറ്റിംഗ് എന്ന് പറയുന്നത് വളരെ പുറകിലാണ്, കടം കിട്ടുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു പ്രധാനപ്പെട്ട വാർത്ത വന്നിരുന്നു, കേരളത്തിന്റെ സാമ്പത്തിക റേറ്റിംഗ് ഈ പറയുന്ന ആഗോള ഏജൻസികൾ AA++ രീതിയിലേക്ക് ഉയർത്തിയിരിക്കുന്നു. ഇവിടുത്തെ സാമ്പത്തിക നില സുസ്ഥിരമാണെന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെയൊക്കെ ചെയ്തത്. അപ്പോൾ അത്തരത്തിൽ വസ്തുതകൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇത് എത്ര മാധ്യമങ്ങൾ ഇതേ പ്രാധാന്യത്തോടെ ജനങ്ങളുടെ മുൻപിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ഇപ്പോൾ സാറ് തുടങ്ങിയപ്പോൾ പറഞ്ഞു നമ്മൾ ഈ സംസാരിക്കുമ്പോൾ ഇത് കേരളത്തിന് ഒരു അപ്പർ ഹാൻഡ് നൽകുന്നു എന്ന് എത്ര മാധ്യമങ്ങൾ പറഞ്ഞുവെന്ന്. വളരെ കൃത്യമാണ്, ആരും പറഞ്ഞിട്ടില്ല. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഒരിടത്തും ബ്രേക്കിംഗ് പോകുന്നില്ല. ഈ പറഞ്ഞതെല്ലാം പ്രസക്തമായിരിക്കെ ഈ ഒരൊറ്റ കേസിൽ ഉണ്ടായൊരു പരാജയമല്ല കേന്ദ്ര സർക്കാരിന് ഇത്. ഞങ്ങൾക്ക് പാർലമെൻറ്റിൽ ഭൂരിപക്ഷമുണ്ട്, അതുകൊണ്ട് ഞങ്ങളാണ് ഇന്ത്യ, ഞങ്ങൾ പറയുന്നതാണ് ഇന്ത്യയിൽ നടക്കേണ്ടത് എന്ന മട്ടിൽ പാർലമെൻറ്റിൽ മാത്രമല്ല, ഭരണകാര്യങ്ങളിൽ മാത്രമല്ല, നിയമത്തിൽ മാത്രമല്ല, ഒരു അധ്യാപികയ്ക്കെതിരെ വിദ്യാർത്ഥികൾ പരാതി ഉയർത്തുന്ന ഒരു സ്കൂളിന് മുന്നിൽ പോലും ഭരണപക്ഷം BJP നിലപാടെടുക്കുമ്പോൾ അതിനെല്ലാം ഉള്ള ഒരു തിരിച്ചടിയാണിത്. കേന്ദ്രം എന്ന് പറയുന്നത് ഇന്ത്യയല്ല. ഇന്ത്യയാവുന്നത് വേറെ ചില സംവിധാനങ്ങൾ കൂടി ഉള്ളതുകൊണ്ടാണ്. ഇവിടെ കോടതിയുണ്ട്, കോടതി നിരീക്ഷിക്കുന്നുണ്ട്, കോടതി ഇപ്പോഴും ശക്തമാണ്. ഭരണഘടനാ ദത്തമായ അധികാരം ഉപയോഗിച്ച് കോടതി ആ ശക്തി പ്രയോഗിച്ചാൽ കേന്ദ്രം കുട്ടിക്കരണം മറിയും. അതാണ് ഈ കേസിൽ ഇപ്പോൾ ഈ ഘട്ടത്തിൽ നമുക്ക് തോന്നുന്നത്. NBC ഇപ്പം നമുക്ക് ഈ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഭയങ്കരമായ കാര്യങ്ങളെ പഠിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്ന ആളാണെന്ന് അദ്ദേഹം പറയുന്നത് കേരളത്തിലെ സർക്കാരിന്റെ മിസ്മാനേജ്മെന്റ് കൊണ്ട് മാത്രമാണ് ഈ ധനപ്രതിസന്ധി ഉണ്ടായി എന്ന് മാത്രമല്ല. ഇപ്പം മറിയക്കുട്ടിയെ പോലെ ഒരാളെ പറഞ്ഞു വിട്ടിട്ട്
ഇവിടെ ആകെ സാമ്പത്തിക പ്രശ്നമാണ്, മിസ്മാനേജ്മെൻ്റാണ്. എന്നിട്ട് പല ഈ പറയുന്നത് പോലുള്ള ഓൺലൈൻ മാധ്യമങ്ങളിൽ മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഇവിടെ സാമ്പത്തിക പ്രതിസന്ധിയാണെന്നൊരു എന്താ പറയുക, ഒരു അജ്ഞാതമായ ഒരു പ്രചരണം അങ്ങ് അഴിച്ചുവിടുകയാണ്. അതിനെല്ലാമുള്ള ഒരു മറുപടി കൂടിയാണെന്ന് സുപ്രീം കോടതി ശരിക്കും അതിനുള്ള മറുപടി സുപ്രീം കോടതി കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം നമ്മൾ കഴിഞ്ഞ ഏതാണ്ട് ഈ പ്രശ്നം തുടങ്ങുന്ന എവിടെയാണെന്ന് എൻ്റെ ഒരു വിലയിരുത്തൽ 2021 തെരഞ്ഞെടുപ്പോടു കൂടിയാണ്. വീണ്ടും ഒരു പിണറായി സർക്കാർ വരും എന്ന് ഒരിക്കൽ പോലും കേരളത്തിലെ പ്രതിപക്ഷമോ കേന്ദ്രത്തിലെ BJPയോ വിചാരിച്ചിരുന്നില്ല. പിന്നീട് അവരിതിനെ റീവൈൻഡ് ചെയ്ത് നോക്കിയപ്പോഴാണ് കിഫ്ബി വഴി നമ്മൾ സർക്കാർ നടത്തിയിട്ടുള്ള വലിയൊരു വികസനം, സ്കൂളുകൾ, കോളേജുകൾ, മറ്റ് പാലങ്ങൾ, റോഡുകൾ, ഇങ്ങനെ ഒരുപാട് വികസന പ്രവർത്തനങ്ങളാണ് ഈ കിഫ്ബിയിലൂടെ നടത്തി കഴിഞ്ഞത്. അപ്പോൾ മനസ്സിൽ കൂട്ടിയ ഈ കിഫ്ബി ഇനി മുതൽ ഉണ്ടാവാൻ പാടില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു. പിന്നീട് എന്താ നമ്മൾ സാമൂഹ്യ സുരക്ഷാ കാര്യങ്ങൾ, അത് പെൻഷൻ വരും. പെൻഷന് വേണ്ടി പ്രത്യേകം ഒരു ബോർഡ് വെച്ചിട്ട് ആദ്യത്തെ പിണറായി കമ്പനി വെച്ചിട്ട് ആദ്യത്തെ പിണറായി സർക്കാർ ഒരു മാസം പോലും മുടങ്ങാതെയാണ് ഈ പെൻഷൻ കൊടുത്തുകൊണ്ടിരുന്നത്. അടക്കം തീർത്തു കൊടുക്കുകയാണ്. ധനമന്ത്രി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഏകദേശം 22,000 കോടി രൂപ അതിൽ കുടിശ്ശികയുണ്ടായിരുന്നു. പക്ഷേ അത് ആ കുടിശ്ശികയെല്ലാം വീട്ടി ഇപ്പോൾ 10,000 കോടിയിലേക്ക് അത് കുറച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. കിറ്റ് പക്ഷേ ആ കമ്പനിക്കുള്ള പണം ഭാഗമാക്കി കിഫ്ബിയിൽ നിന്ന് എടുത്ത പൈസ പോലും ഈ നമ്മുടെ ബജറ്റിന്റെ ഭാഗമായിട്ട് സർക്കാരിന്റെ കടമെടുപ്പിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരികയാണ്. മറ്റേത് പ്രത്യേകമായി നിന്നായിരുന്നു കിഫ്ബിയുടെ പൈസ. അതിൽ രസം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ദേശീയപാതാ വികസനത്തിന് വേണ്ടി ഏതാണ്ട് ഒരു 16,000 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് കൊടുത്തിരുന്നു. ആ പൈസ പോലും ഈ കേന്ദ്ര സർക്കാർ, അതായത് ദേശീയപാത എന്ന് പറയുന്നത് ശരിക്കും കേന്ദ്രത്തിന്റെ ഒരു പ്രൊജക്റ്റാണ്. ആ പ്രൊജക്റ്റിന് വേണ്ടി കിഫ്ബി കൊടുത്ത പൈസ പോലും തിരിച്ചു തരാൻ ഈ ഷമി പറഞ്ഞതോട് എനിക്ക് അതിനോട് പറയാനുള്ളത്, ഇപ്പോൾ കിഫ്ബിയുടെ പണം നമ്മുടെ പൊതുകടത്തിന്റെ അക്കൗണ്ടിൽ പെടുത്തുകയാണ് കേന്ദ്ര സർക്കാർ. അങ്ങനെയാണെങ്കിൽ ദേശീയപാത അതോറിറ്റി അപ്പടപ്പെടുത്തേണ്ടതാണ്. അതെ, ഇത്തവണ കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക കാര്യങ്ങൾ സംബന്ധിച്ച ക്യാബിനറ്റ് സമിതി അംഗീകാരം കൊടുത്തിരിക്കുന്ന 2.5 ലക്ഷം കോടി രൂപ കടമെടുക്കാനാണ്. പക്ഷേ ആ തീരുമാനത്തെ മറികടന്നുകൊണ്ട് 4.6 ലക്ഷം കോടി രൂപയാണ് ഇത്തവണ ദേശീയപാത അതോറിറ്റി കടമെടുത്തിരിക്കുന്നത്. അത് കേന്ദ്ര സർക്കാരിന്റെ പൊതുകടത്തിൽ അവർ പെടുത്തുന്നതേ ഇല്ല, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതേ ഇല്ല. മാത്രമല്ല കിഫ്ബി മോഡൽ ഒരു സംവിധാനം രൂപീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ബജറ്റിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവിടെ പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ അതിനൊന്നും പ്രശ്നമില്ല. ഇവിടെയാണ് പ്രശ്നം. അല്ല NBC അത് നമ്മൾ ഇപ്പം മറ്റു സംസ്ഥാനങ്ങളിലൊന്നും ഈ ദേശീയപാതയുടെ ഭൂമി ഏറ്റെടുക്കാൻ പൈസ സംസ്ഥാനങ്ങൾ കൊടുക്കുന്നില്ല. കേരളമാണ് അത് കൊടുക്കുന്നത്. അപ്പം കേരളത്തിന്റെ കയ്യിൽ നിന്ന് ഈ പൈസ ഞങ്ങൾക്ക് വേണം. അതിൻ്റെ അകത്ത് ഒരു വിട്ടുവീഴ്ചയില്ല. കേരളം പൈസ ഉണ്ടാക്കാൻ പാടില്ല. കേരളം ഇത് കിഫ്ബിയിൽ നിന്നോ മറ്റ് തലത്തിൽ നിന്നോ ഉണ്ടാക്കാൻ പാടില്ല. എനിക്കിതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്ന ഒരു വസ്തുത, പ്രമുഖ രാഷ്ട്രീയ ചരിത്രകാരനായ രാമചന്ദ്ര ഗുഹ, അദ്ദേഹം ഈ മാതൃഭൂമിയുടെ ഫെസ്റ്റിവലിൽ അദ്ദേഹം അഭിസംബോധന ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹം 2 കാര്യങ്ങൾ പറഞ്ഞു. ഒരു കാര്യം എന്താ വെച്ചാൽ ഈ എഴുത്തുകാർക്ക് രാഷ്ട്രീയം പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ എല്ലാവരും കരുതി ഇദ്ദേഹം ഇപ്പോൾ ഈ കേരള സർക്കാരിനെ ഇവിടുത്തെ ഇടതുപക്ഷത്തെയെല്ലാം അവർക്ക് ആഞ്ഞടിക്കാൻ പോവുകയാണ്. പിന്നീട് അധികം പറഞ്ഞതെന്ന് വെച്ചാൽ കേരളം അത്ഭുതമാണെന്നാണ്. കേരളം അത്ഭുതമാണ്. ഈ കേരളം എങ്ങനെ അത്ഭുതമാവുന്നു എന്ന് ചോദിച്ചാൽ ഇവിടെ ഈ കിഫ്ബിയിലൂടെ പല പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. ഈ ലൈഫ് പദ്ധതി, ലൈഫ് പദ്ധതി, അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാമൂഹ്യ പെൻഷൻ, ഇതെല്ലാം നൽകാൻ സാധിക്കുന്നത് കൊണ്ടാണ് കേരളം അത്ഭുതമാവുന്നത്. അപ്പം ഇതിനൊക്കെ ആവശ്യമായ വിഭവ സമാഹരണം എന്ന് പറയുന്നത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ, ജനങ്ങൾക്ക് മേൽ യാതൊരു അമിതഭാരവും അടിച്ചേൽപ്പിക്കാതെ ആ രീതിയിലാണ് ഇതിനു വേണ്ട വിഭവ സമാഹരണം സർക്കാർ പൊതുവെ നടത്തുന്നത്. അപ്പം ഇതിൻ്റെ കണക്കുകളെല്ലാം ഈ സുപ്രീം കോടതിയുടെ മുൻപാകെയുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം കടമെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ കേന്ദ്ര സർക്കാർ പറയുന്നു ഈ കിഫ്ബിയുടെ കടമെടുപ്പ്, അതുപോലെ പെൻഷൻ കമ്പനിക്കുള്ള കടമെടുപ്പ്, ഇതെല്ലാം കടമെടുപ്പിൻ്റെ പരിധിയിൽ വരും എന്ന് കേന്ദ്ര സർക്കാർ പറയുമ്പോൾ സംസ്ഥാനത്തിന് ചില കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കാറുണ്ട്. ഉദാഹരണത്തിന് ഈ ലൈഫ് പദ്ധതി പ്രകാരം ഒരു വീടിന് സംസ്ഥാന സർക്കാർ 4 ലക്ഷം രൂപ ചെലവഴിക്കുമ്പോൾ കേന്ദ്രത്തിൻ്റെതായി വരുന്നത് വെറും 75,000 രൂപയാണ്. ഈ കണക്കുകൾ അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ കേരളം മഹാത്ഭുതമാവുന്നത്. അതുപോലെ പെൻഷൻ കമ്പനി ഇത് തന്നെ, ഈ ഇന്ത്യയിലെ 1,600 രൂപ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നതൊന്നും ഈ സുപ്രീം കോടതി ജഡ്ജിമാർ അവർ ഈ രാജ്യത്താണ് ജീവിക്കുന്നത്. അവർ ഓരോ സംസ്ഥാനങ്ങളുടെയും കണക്കുകൾ, ഓരോ സംസ്ഥാനങ്ങളിലും 2 വിഷയം, ഇത് നമ്മളിപ്പോൾ 2 വിഷയം ഫോക്കസ് ചെയ്യുന്നുള്ളൂ, അല്ല ലൈഫും പെൻഷനും. പക്ഷേ നമ്മൾ ഒന്ന് എടുത്തുകൊണ്ട് കുട്ടികളുടെ ഉച്ചഭക്ഷണം, അവർക്ക് LP സ്കൂള് UP സ്കൂളുകളിൽ രാവിലെയും വൈകിട്ടും സൗജന്യ ഭക്ഷണം കൊടുക്കുകയാണ്. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് ഈ സൗജന്യ പുസ്തകം, സൗജന്യ യൂണിഫോം, ഇങ്ങനെ ഓരോ തലങ്ങളിലും ഇത്രമാത്രം ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്ന ഒരു സർക്കാർ ഇന്ത്യയിൽ വേറെ ഏതെങ്കിലും ഉണ്ടോ? അപ്പോൾ സ്വാഭാവികമായിട്ടും കുറേയധികം
അപ്പോൾ ഒന്നും ഈ രീതിയിൽ നടക്കാൻ പാടില്ല എന്ന വാശിയോടുകൂടി കേന്ദ്ര സർക്കാർ എടുക്കുന്ന ഒരു സമീപനത്തിൻ്റെ തുടർച്ചയാണ് 2021 വരെ ഇല്ലാതിരുന്ന ഒരു പുതിയ നിയന്ത്രണം നമ്മളുടെ മുന്നിലേക്ക് അവർ കൊണ്ടുവരികയും. മാത്രമല്ല, ഇത് സാമ്പത്തിക കാര്യങ്ങൾക്ക് അപ്പുറം അതെ. ഫെഡറൽ ആ സംവിധാനം എങ്ങനെയായിരിക്കണം എന്ന് രാഷ്ട്രീയ ഇന്ത്യയെ പഠിപ്പിക്കുന്ന ഒരു നിലപാടാണ് കേരളം എടുത്തിരിക്കുന്നത്. അതിപ്പോ ഈ കേരളത്തിന്റെ ആ ഡൽഹി സമരത്തിൽ കണ്ടല്ലോ, അവിടെ വന്ന നേതാക്കന്മാർ സംസാരിച്ചത്. കേജ്രിവാളൊക്കെ പറഞ്ഞു, ഭിക്ഷാപാത്രവുമായിട്ടല്ല ഞങ്ങൾ ഈ മുഖ്യമന്ത്രിമാർ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് പറയുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അത്തരത്തിൽ എങ്ങനെയാണ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ എന്തായിരിക്കണം എന്ന ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നത്തിലേക്ക് കൂടി ഇന്ന് കേരളം സുപ്രീം കോടതിയിൽ നേടിയ ആ അഭിമാനകരമായ വിജയം വഴിവെക്കുന്നുണ്ട്. അപ്പോൾ ഒരു വാർത്ത ഒട്ടേറെ പ്രശ്നങ്ങൾ അത് ഉന്നയിക്കുന്നു, അത് ജനങ്ങളിലേക്ക് കൊണ്ടുവരിക. അതായത് ഇപ്പം ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വലിയ താല്പര്യം, പ്രതിപക്ഷത്തിൻ്റെ ഒരു താല്പര്യം, നമ്മുടെ ട്രഷറി ഒന്ന് പൂട്ടിക്കിട്ടണം. അതും കൂടെ പറയാതെ പോകുന്നത് ശരിയല്ല. കാരണം ഈ 7.5 വർഷത്തിനിടയ്ക്ക് ഇവരിങ്ങനെ കാത്തിരിക്കുകയാണ്. ഇത് ഒരു ദിവസം ഒന്ന് പൂട്ടി കാണണം. കാരണം കഴിഞ്ഞ ഒരു കാര്യം കൂടി പറയാനുണ്ട് NBC, അതായത് എന്താണെങ്കിലും ഇപ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടാകാം കഴിഞ്ഞ 7.5 വർഷമായി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മുടക്കമില്ലാതെ ഈ നാട്ടിൽ നടന്നിരുന്നുവെന്ന്. അത് ഇപ്പോഴെങ്കിലും ഈ നാട്ടിലെ മാധ്യമങ്ങൾക്കും പ്രതിപക്ഷത്തിനും അത് സമ്മതിക്കേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട്. പെൻഷൻ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ നിയമസഭയിലേക്ക് മാർച്ച് ഉണ്ടായിരുന്നു. 18 മാസം ഒരു പൈസ കൊടുക്കാതെ ഇറങ്ങിപ്പോയ ഒരു സർക്കാരിന്റെ തുടർച്ചയായിട്ടാണ് അവർ ഇന്ന് നിയമസഭയിലേക്ക് മാർച്ച് നടത്തിയത്. അപ്പോൾ സർക്കാർ കോടതിയിൽ പറഞ്ഞ എന്താണ്, ഞങ്ങൾക്ക് ഇപ്പോൾ പ്രശ്നമുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ ആ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയും. അതൊരു വലിയ സാമ്പത്തിക അസമത്വത്തിന്റെ ബാക്കിയായിട്ടാണ് ആ പ്രശ്നം ഞങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശങ്ങളുടെ ലംഘനമാണെന്നാണ്. മനു, ഇവര് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഈ നമ്മുടെ ട്രഷറി ഒന്ന് പൂട്ടുക. അപ്പൊ കേന്ദ്ര സർക്കാർ ഒരു ദേവദൂതനെ പോലെ ഇങ്ങനെ വരിക, എന്നിട്ട് ആ കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി ഞങ്ങൾ ഇത്ര 500 രൂപ അനുവദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലൊന്ന് ഷോ കാണിക്കാൻ വേണ്ടി ധനമന്ത്രി നിർമ്മലാ സീതാരാമനും പ്രധാനമന്ത്രിയും കുറച്ച് കാലമായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. എന്തായാലും ഈ പരിപാടിയുടെ സമയം ഇവിടെ കഴിയുകയാണ്. ഞങ്ങൾ പറഞ്ഞതുപോലെ ഇതിൻ്റെ തുടർ വിവരങ്ങൾ നാളത്തെ ചർച്ചയിൽ, തിങ്കളാഴ്ച വീണ്ടും ഇത് കോടതിയിൽ എത്തുമ്പോൾ ഒക്കെ വെളിപ്പെടും. ഞങ്ങൾ എപ്പോഴും പറയുന്നത് പോലെ എല്ലാ വാർത്തകളും ഒരു ഞെക്ക് വിളക്കാണ്. ആ വിളക്ക് ഉപയോഗിച്ച് മറ്റ് കാര്യങ്ങളെ കൂടി മനസ്സിലാക്കാൻ ആ വാർത്തയുടെ തെളിച്ചം ഉപയോഗിക്കുകയാണ് നമ്മൾ ജനങ്ങൾ വേണ്ടത്. അത് ഈ വാർത്ത കൂടി മുൻനിർത്തി ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കുന്നു. നാളെ വീണ്ടും മറ്റൊരു വിഷയവുമായി ഇതേ സമയത്ത് ഞങ്ങൾ തിരിച്ചെത്തും. നമസ്കാരം.